വേറെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു 5-8 ദിവസം ഇതുപോലെ തന്നെ വെള്ളം കിടക്കും. നമ്മൾ എത്ര പേരായിരുന്നു വീട്ടിൽ താമസിക്കുന്നത്? ഞങ്ങൾ ഈ വീട്ടു താമസത്തിൽ എൻ്റെ 4 മക്കളും ഞാനും ഭാര്യയും. 2 പേര് നിലവിൽ, ഒരാൾ വിവാഹം കഴിച്ചയച്ചു, ഇപ്പോൾ ആള് പുല്ലൂർ പോയേക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട് ഇവിടെ. എല്ലാവരും ഇപ്പം മുകളിലത്തെ മുറിയിൽ മുറി ഇരിക്കുക. ഭാര്യയും 2 മക്കളും എല്ലാം മുകളിൽ ഇരിക്കുക. ക്യാമ്പിലേക്ക് മാറാനൊക്കെ ആളുകൾ ആവശ്യപ്പെട്ടു മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നില്ല. എൻ്റെ മുകളിലുള്ള കാരണം അങ്ങനെ ഇരിക്കാം, ബാക്കി നോക്കാം. അതിതീവ്ര മഴയിൽ കോട്ടയത്തെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്, പല വീടുകളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് കുമ്മനം പ്രദേശത്താണ്, കോട്ടയം കുമ്മനം. ആ കുമ്മനത്തെ ആ വീടിന്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. മുഴുവൻ വെള്ളം കയറി ആകെ നാശമായ ഒരു അവസ്ഥയാണ്. നമുക്ക് ഏതായാലും ആ വീടിന്റെ അകത്തേക്ക് പോകും. ഈ സൈഡിൽ കാണാം, കിണറൊന്ന് കാണാം. അത്തരത്തിൽ അത്രയും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രദേശത്താകമാനം. പല വീടുകളിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാവരും വീട് വിട്ട് ക്യാമ്പിലേക്ക് മാറാനുള്ളൊരു തിരക്കിലാണ്. പല സാധനങ്ങളെല്ലാം തന്നെ, വീട്ടുപകരണങ്ങളെല്ലാം തന്നെ മാറ്റാനുള്ളൊരു തിരക്കിലുമാണ്. ആ വീട്ടിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം എന്തുമാത്രം വെള്ളം ഈ വീട്ടിൽ കയറിയെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. നോക്കുക, ഈ സ്വീകരണ മുറിയാണ് ഒരു വീടിൻ്റെ, അതാണ് ഈ നിലയിലേക്ക് ആയിരിക്കുന്നത്. അത്തരത്തിൽ ആകമാനം വെള്ളം കയറിയ ഒരവസ്ഥയാണ്. അകത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് അടുക്കളയും എല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. TV എല്ലാം എടുത്ത്, ഈ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം തന്നെ വെള്ളം കയറി നശിക്കാനൊരു സാധ്യതയുണ്ട്. അവരെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഭീഷണിയാവുന്നത് ഈ തുടരുന്ന മഴ തന്നെയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും ജലനിരപ്പ് ഇങ്ങനെ ഉയരും. അത് വീണ്ടും ഈ വീടിൻ്റെ മുകളിലേക്ക് വരെ വെള്ളം എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീടിൻ്റെ ഉടമയായ സലീമയ്ക്കുണ്ട്. സലീമയ്ക്കോട് ചോദിക്കാം. സലീമക്ക, എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്? ഇതിപ്പോൾ നിങ്ങൾ മാറിയോ? ഈ ആളുകളൊക്കെ മാറി തുടങ്ങിയോ? കുറേ ആൾക്കാരെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു റൂമുണ്ട്, അതിൻ്റെ മുകളിലിരിക്കുന്നു. വേറെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു 5-8 ദിവസം ഇതുപോലെ തന്നെ വെള്ളം കിടക്കും. നമ്മൾ എത്ര പേരായിരുന്നു വീട്ടിൽ താമസിക്കുന്നത്? ഞങ്ങൾ ഈ വീട്ടു താമസത്തിൽ എൻ്റെ 4 മക്കളും ഞാനും ഭാര്യയും. 2 പേര് നിലവിൽ, ഒരാൾ വിവാഹം കഴിച്ചയച്ചു, ഇപ്പോൾ ആള് പുല്ലൂർ പോയേക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട് ഇവിടെ. എല്ലാവരും ഇപ്പം മുകളിലത്തെ മുറി ഇരിക്കുക. ഭാര്യയും 2 മക്കളും എല്ലാം മുകളിൽ ഇരിക്കുക. ക്യാമ്പിലേക്ക് മാറാനൊക്കെ ആളുകൾ മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നില്ല. എൻ്റെ മുകളിലുള്ള കാരണം അങ്ങനെ ഇരിക്കാം, ബാക്കി നോക്കാം. വെള്ളം കയറുമ്പോൾ ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ പോകുള്ളൂ. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇതിവിടെ തന്നെ ഇതെല്ലാം വെള്ളം കയറി പോയത്. ഇതിൻ്റെ കുഷ്യന്, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പോയതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം എന്തുമാത്രം വെള്ളം ഈ കയറി കിടക്കുന്നുള്ളത്. അത്രയും ബുദ്ധിമുട്ടാണ് ഈ ജനങ്ങൾക്ക് ഈ ഒരു പ്രളയത്തിൽ നിന്നും അനുഭവപ്പെടുന്നത്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയത്തിൻ്റെ കുമ്മനം എന്നുള്ള പ്രദേശത്താണ്. ഈ കുമ്മനത്തും വലിയ തോതിലുള്ള വെള്ളം, പല വീടുകളിലും ഇപ്പം ഇതിനേക്കാളും വെള്ളം കയറിയ പല വീടുകളും അപ്പുറത്തേക്കുണ്ട്. കഴുത്തിന് മുകളിൽ വരെ വെള്ളം എത്തി നിൽക്കുന്ന പല വീടുകളും അപ്പുറത്തും എല്ലാം തന്നെ ഉണ്ട് ഈ പ്രദേശത്താകമാനം. അത്രയും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ ജനങ്ങൾ ഈ ഒരു 2 ദിവസത്തെ അതിതീവ്ര മഴയിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്റ്റെയറിന്റെ അടിയിലെ സ്വിച്ച് ബോർഡും ഒക്കെ ഉണ്ടായിരുന്ന ഇൻവേർട്ടർ ഉണ്ട്, എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതാ. അല്ലെങ്കിൽ പിന്നെ അത് നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ളൊരു സാഹചര്യം തന്നെയാണ് ഈ കോട്ടയത്തെ പല ഭാഗങ്ങളിലും ഉള്ളത്. ഈ പ്രത്യേകിച്ച് ഈ എടുത്തു പറയുകയാണെങ്കിൽ ഈ കുമ്മനം, അതുപോലെ തന്നെ അയ്മനം, ഇല്ലിക്കൽ, അത്തരത്തിലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. വീടുകളിലെല്ലാം തന്നെ ജനങ്ങൾ ക്യാമ്പിലേക്ക് മാറുന്നുണ്ട്. പറ്റാവുന്നവരൊക്കെ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കൊക്കെ മാറി അങ്ങനെ ഇങ്ങനെയൊക്കെ പല സമീപത്തുള്ള ബന്ധുവീടിലേക്കൊക്കെ മാറുന്നവരുണ്ട്. അത്തരത്തിൽ ഉള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കോട്ടയം ജില്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.